നമസ്കാരം. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 2 മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ 61 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. തെക്കൻ ഗസയിൽ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഓഫീസിന് നേരെയും ആക്രമണം നടന്നു എന്ന് വേണം പറയാൻ. ഇതിനിടെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഈജിപ്ത് രംഗത്തെത്തുന്നുണ്ട്. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗസയിൽ നിന്ന് ജീവനക്കാരെ തിരികെ വിളിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അറിയിക്കുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 61 പേർ കൂടി കൊല്ലപ്പെട്ടു. 141 പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ സേന വധിച്ചു. അൽ ജസീറ അറബിക് ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ഹുസാം ഷബാത്ത്, ഫലസ്തീൻ ടുഡേ ജേർണലിസ്റ്റ് മുഹമ്മദ് മൻസൂർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം 208 മാറി. ഖാൻ യൂണീസിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹും കൊല്ലപ്പെട്ടു. ഇവരുൾപ്പെടെയുള്ള 2 പേരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് ഇസ്മായിൽ ബർഹും കൊല്ലപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഓസ്കർ അവാർഡ് ലഭിച്ച ഫലസ്തീൻ ചിത്രം നോ അതർ ലാൻഡ് നിർമ്മാതാവ് ഹംദാൻ ബിലാലിനെ ജൂത കുടിയേറ്റക്കാർ ക്രൂരമായി ആക്രമിച്ചു. തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ സേന ഹംദാൻ ബിലാലിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായി കുടുംബം ആരോപിച്ചു. അതേസമയം വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് ഈജിപ്ത് ശ്രമം ഇപ്പോൾ ഊർജിതമാക്കി. ആഴ്ചകൾ നീളുന്ന വെടിനിർത്തലിൽ ഒരു അമേരിക്കൻ, ഇസ്രായേലി ഉൾപ്പെടെ ജീവനോടെയുള്ള 5 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം. പകരം ഇസ്രായേൽ 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നും നിർദ്ദേശത്തോട് ആനുകൂല്യമായി തന്നെ പ്രതികരിച്ചതായി ഹമാസ് അറിയിക്കുകയും ചെയ്തു. ഗസയിലെ പുതിയ സാഹചര്യം മുൻനിർത്തി പരമാവധി ജീവനക്കാരെ പിൻവലിക്കാൻ വേദനയോടെ തീരുമാനിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഗസയിൽ നാസർ ആശുപത്രിയിലും ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറയാം. മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ബറൂമിനെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബർഹും ഉൾപ്പെടെ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ അൽ മവാസിയിലെ ഒരു ടെന്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാവിലെ കൊല്ലപ്പെട്ടു എന്നും മണിക്കൂറുകൾക്ക് ശേഷമാണിതെന്നും പറയുന്നു. ഇതിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് അലക്ഷരം തന്നെ ഇപ്പോൾ പിന്നിട്ടു. ഗസയെ സമ്പൂർണ്ണമായി പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇന്നലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 46 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മധ്യ ഗസയിലെ ഖാൻ യൂണീസിൽ ഫലസ്തീൻ അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ ബോംബിട്ടു. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിലും മാറ്റമില്ല. ഖാൻ യൂണീസിൽ പരിമിത സ്വഭാവത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന നാസർ മെഡിക്കൽ സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്ന് പറയാം. മധ്യ ഗസയിൽ തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയും വെള്ളിയാഴ്ച ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു.